ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പതിവ് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ പിസ്ത കേക്കാണ്. അതും വളരെ സിമ്പിളായിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ പാലോ എണ്ണയോ ഒന്നുമില്ലാതെ വെറും 3-4 ചേരുവകൾ വെച്ചിട്ട് വളരെ സോഫ്റ്റായിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല ഇന്നൊരു അൺബോക്സിങ് വീഡിയോയും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എടുത്തേക്കുന്ന 2 മുട്ടയാണ്. ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് 2 മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മഞ്ഞയും വെള്ളയും നമ്മൾ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട്, ഒട്ടും തന്നെ നനവില്ലാത്തൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാര, അപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും വേണ്ട, സാധാരണ വീട്ടിലുള്ള ഏത് കപ്പോ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൽ തന്നെ ബാക്കി അളവുകളും എടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ സാധാരണ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി, നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. പിന്നെ ഒരുപാട് സ്റ്റിഫാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ളം പതപ്പിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആ 2 മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നൊരു പിസ്ത കേക്കാണല്ലോ. അപ്പോൾ ഒരു പിസ്ത ഇലാച്ചി മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈമൊന്നും എടുത്ത് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഇതുപോലെ ആ ഒരു കളറും മഞ്ഞയൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് മൈദയാണ്. അപ്പോൾ 1/2 കപ്പ് മൈദ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, പകുതിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കട്ട പിടിക്കും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. അത് മാത്രമല്ല ആ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആ പതപ്പിച്ചെടുത്തതെല്ലാം പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ കേക്ക് ബാറ്റർ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല, നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഉടനെ തന്നെ ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്നായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചെയ്ത ബട്ടർ പേപ്പറാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ കേക്ക് ബാറ്ററിൽ എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനൊരു അലൂമിനിയം പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് ഒരു തട്ട് വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് കട്ടിയുള്ള ഏത് തരം പാത്രം എടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രമാകുമ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, സൈഡിലൊന്നും കൈയൊന്നും തട്ടരുത്, അത്യാവശ്യം നല്ലതുപോലെ പൊള്ളും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടാണ്, അതുപോലെ തന്നെ കുക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലപോലെ സൈഡെല്ലാം താനേ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. കേക്ക് ടിന്നിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് കേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ലെയറായിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതായത് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇത് ക്രീം വെച്ച് ഫ്രോസ്റ്റ് ചെയ്തില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഏത് തരം വിപ്പിംഗ് ക്രീമും എടുക്കാം. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ്. അത് വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വിസ്ക് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തതാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടും വിപ്പിംഗ് ക്രീം ചെയ്യാം. ഞാൻ കുറച്ച് ഒരു എസൻസിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഡ്രോപ്സ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
ഈ ക്രീം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട വേറൊരു കാര്യവും കൂടെ ഉണ്ട്. അതായത് ഷുഗർ സിറപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അത് നമ്മുടെ ആ ഒരു ലെയർ കേക്കിൽ ഒന്ന് പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുത്ത് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് തന്നെ കംപ്ലീറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും ആരും മറക്കണ്ട. അതായത് വിപ്പിംഗ് ക്രീം ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 20ൽ കൂടുതൽ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പീസ് ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം റെസിപ്പീസ് ബൈ സിംപ്ലി കേളി വിത്ത് ഷപ്ന ഷൈൻ എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ എല്ലാ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയും കിട്ടും. അപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടി കുറച്ച് പിസ്ത എസൻസ് ഒന്ന് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി വന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ടോപ്പിലും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒരു കോർണറിൽ മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ്കിൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പിസ്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല എമ്മി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം സ്റ്റോറായ മർസമി എന്ന് പറയുന്ന സ്റ്റോറാണ്, ഹിജാബ് സ്റ്റോറാണ്. അപ്പോൾ മർസമിയിൽ നിന്ന് നമുക്ക് 3 ഹിജാബ്സാണ് റിവ്യൂവിന് വേണ്ടി അയച്ചു തന്നിട്ടുള്ളത്. 3ഉം ഡിഫറെൻറ്റ് മെറ്റീരിയലും ഡിഫറെൻറ്റ് ഷെയ്ഡുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹിജാബ് തന്നെ ഒന്ന് ഇട്ട് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഹിജാബാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫോൾഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ ഹിജാബിൻ്റെയും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവർക്കൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറുണ്ട്. അപ്പോൾ സ്റ്റോറിൻ്റെ ലിങ്കും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഹിജാബ് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നൊരു കളറാണ്. അപ്പോൾ ഈ ഒരു ഷിഫോൺ ടൈപ്പ് ഹിജാബിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ലെങ്ത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹിജാബിനും ഡിഫറെൻറ്റ് ഷെയ്ഡൊക്കെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഹിജാബ് ഓപ്പൺ ചെയ്തൊരു പ്ലീറ്റഡ് ഷിഫോൺ ടൈപ്പാണ്. ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഹിജാബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ലെങ്ത്തും നല്ല വിഡ്ത്തും ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.